തിരുവനന്തപുരം പോത്തങ്കോട് ലൊക്കേഷനിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം ദൂരത്തിൽ 5.5 സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 2 കാറുകൾക്കും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഇടനില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 82 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇവിടെ മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നേരെ വരുന്ന സിറ്റ് ഔട്ട് ഏരിയയിലേക്കാണ്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ബാക്ക് സ്പേസ് കാണാം. അവിടെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റിന് റൈസർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ട് കട്ടള തേക്കിലും കതക് പ്ലാവിലും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. നേരെ വരുന്നത് ഒരു ഡബിൾ ഹൈറ്റോട് കൂടിയ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇതിൻ്റെ മുകളിലായി മൊത്തത്തിൽ ഡബിൾ ഹൈറ്റാണ് നൽകിയിരിക്കുന്നത്. അവിടെ ആയിട്ട് വലിയൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അത് UPVC വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പർഗോളയും കാണാം. മുകളിലായിട്ട് ടോട്ടലി ഒരു 8 പർഗോളയും കൊടുത്തിട്ടുണ്ട്. റൗണ്ട് പർഗോളയും കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നിഷും കൊടുത്തിട്ടുണ്ട്. 5 നിഷും കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് ഹോം ഡെക്കോർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് TV യുടെ സ്ഥാനം. വലിയൊരു TV വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയായിരിക്കും സിറ്റിംഗ് ഏരിയ വരുന്നത്. വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. അതുപോലെ TV യുടെ താഴെയായിട്ട് കബോർഡ് സ്പേസും കാണാം. ഇവിടെ മൾട്ടി വുഡിലായിട്ട് ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഒരു ഫോയർ എന്ന് ഒരു വലിയൊരു ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ആയിട്ട് DB കാണാം. DB നോക്കുവാണെങ്കിൽ ഫുള്ള് V ഗാർഡാണ്. 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡെല്ലാം V ഗാർഡ് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ആയിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ വാമായിട്ടുള്ള ലൈറ്റും അകത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഡൈനിങ് ഏരിയയിൽ ഫുൾ സ്പേസ് കിട്ടുന്നതാണ്. കാരണം വാഷ് ബേസിൻ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസ് സ്ഥാനം. ഇവിടെ സെറയാണ് ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പില്ലർ കോക്കി ടാപ്പ് വരുന്നത് ജാഗോർ എന്ന ബ്രാൻഡാണ്. ഇവിടെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആർച്ച് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതിനകത്തായിട്ട് മുകളിൽ പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ കിച്ചണാണ്. ഇവിടെ ഒരു ആർച്ച് കൊടുത്ത് ഒരു WPC പാനലൊക്കെ കൊടുത്ത് അതിനകത്ത് ബോക്സും കൊടുത്ത് പോയിന്റ് ലൈറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ചെയ്തിരിക്കുന്നത്. നേരെ വരുന്നത് ഓപ്പൺ കിച്ചണിലേക്കാണ്. ഈ ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് നല്ല സ്പേസുള്ള കിച്ചണാണ്. ഒരു വുഡൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് 4/2 സൈസാണ്. ഇവിടെ എല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബേസ് ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു ഗ്ലാസ് പാർട്ടീനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്കോവും കാണാം. ഇതെല്ലാം ജാഗോർ എന്ന ബ്രാൻഡാണ് സിങ്കോക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫാൻ ഇടാൻ വേണ്ടിയുള്ള ഹൂക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു വർക്ക് ഏരിയ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ തന്നെ ഇവിടെ ബോർവെല്ലാണ്. അതിനുവേണ്ടിയുള്ള മോട്ടർ ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാം സ്പേസ് ഉണ്ട്. ഇവിടെ എന്തെങ്കിലും നമുക്ക് ചെറിയ കൃഷി പോലെ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഈ ഭാഗത്തൊരു ബെഡ്റൂം, ഈ ഒരു ബെഡ്റൂം. അപ്പോൾ നമുക്ക് നേരെ ഈ ബെഡ്റൂമിലേക്ക് വരാം. ഈ റൂമിൻ്റെ നീളം നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടിയോളം വീതിയുള്ള റൂമാണ്. ഇവിടെ ആയിട്ട് ഒരു കൺസീൽഡ് ആയിട്ടുള്ള വാർഡ്രോബ് ചെയ്യാൻ വേണ്ടി സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ബാത്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു ബാത്റൂം ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നത് 6 ഏക്കർ ഫിറ്റിംഗ്സ് ആണ്. ക്ലോസറ്റും വാഷ് ബേസിനും. കൂടാതെ ഇനി ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ജാഗോർ എന്ന ബ്രാൻഡാണ്. മുകളിലായിട്ട് പോളി ക്യാബിൻ്റെ എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഹീറ്ററിൻ്റെ കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ റൂമിലായിട്ട് AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് എയർ ഹോൾ കൊടുത്തിട്ടില്ല. AC വയ്ക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായി. കാര്യം ഇതിനകത്ത് ഇനി എയർ ഹോളൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഫോയർ തന്നെ വരുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും ഇതിൻ്റെ സൈസ് ഏകദേശം 12.5 അടി നീളവും അതുപോലെ 12 അടി വീതിയുള്ള റൂമാണ്. ഒരു സ്ക്വയർ ആയിട്ട് റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് V ഗാർഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. അതുപോലെ ഇവിടെ എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്. AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ബാത്റൂം അറ്റാച്ച്ഡാണ്. ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിലും 6 ഏക്കർ ഫിറ്റിംഗ്സ് തന്നെയാണ്. പിന്നെ ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ജാഗോറാണ്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി 2 ബെഡ്റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടുത്തെ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ലിവിങ്ങിനും ഡൈനിങ്ങിനും സെൻറ്റർ ആയിട്ടാണ്. ഇവിടെ ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഹാങ്ങിങ് സ്റ്റെയർ പോലെ ചെയ്തിരിക്കുന്ന ഒരു GI ട്യൂബിൽ ആ രീതിക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലോ കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തും സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടാതെ തന്നെ GI ട്യൂബ് കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് 2 ലാൻഡിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പർഗോള ചെയ്തിട്ടുണ്ട്. അതിനകത്തായിട്ട് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എയർ വെന്റിലേഷൻ കിട്ടുന്നതാണ്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ 2 ഭാഗത്തും ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നേരെ വരുന്നത് ഒരു ലിവിങ് ഏരിയ. ഈ ഒരു ഭാഗത്താണ് അപ്പർ ലോഞ്ച് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട്
ഡബിൾ ഹൈറ്റിൻ്റെ സ്പേസും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് താഴേക്ക് വ്യൂ കിട്ടുന്ന ഡബിൾ ഹൈറ്റ് വ്യൂ ആണ്. ഇനി നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരു ഗ്ലാസ് വെന്റിലേഷന് കൃത്യമായിട്ടുള്ള വ്യൂ കിട്ടുന്നതാണ്. അവിടെ എല്ലാം ടഫൺ ഗ്ലാസ്സായി യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ പർഗോളയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് അപ്പർ ലോഞ്ചും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ടി വി കൊണ്ട് ചെയ്യാൻ വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെർട്ടിഫൈഡ് ടൈലാണ്. അതുകൂടാതെ തന്നെ ഇവിടെ DB നൽകിയിട്ടുണ്ട്. ഈ ഒരു DB നമുക്ക് താഴെയുണ്ട്, അതുപോലെ മുകളിലും DB കൊടുത്തിട്ടുണ്ട്. ഈ ഒരു DB എല്ലാം V-ഗാർഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ ആയിട്ട് പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ 2 റൂം താഴെ കണ്ടതുപോലെ തന്നെയാണ് ആ റൂമുകൾ. ഈ റൂം നോക്കുകയാണെങ്കിൽ അതേ സ്പേഷ്യൽ റൂം തന്നെയാണ്. 12.5 സൈസ് വരുന്ന ഒരു സ്ക്വയർ ആയിട്ട് റൂമാണ്. ഇവിടെ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ല V-ഗാർഡാണ്. ഇവിടെ AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് നൽകിയിരിക്കുന്നത്. അതുപോലെ 6 ഫിറ്റിംഗ്സ് ആണ്. ക്ലോസറ്റും വാഷ് ബേസും എല്ലാം 6 ഇനി ഇവിടെ വെറ്റ് ഏരിയ നോക്കുകയാണെങ്കിലും ഇതെല്ലാം ആൻറ്റി സ്കിഡല്ല ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഡൈവർട്ടറാണ്. അതെല്ലാം ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ്. ഏകദേശം 14 അടി നീളവും 11 അടിയോളം വീതിയുള്ള റൂമാണ്. ഇവിടെ AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയർ ഹോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിൻഡോ നോക്കുകയാണെങ്കിൽ 4 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്പെക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെ 6 ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റും ഈ വാഷ് ബേസിനുള്ള 6 തന്നെയാണ്. ഇനി ഇവിടെ വെറ്റേരി നോക്കുകയാണെങ്കിൽ അവിടെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പ്ലഗ് പോയിൻ്റെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ബാൽക്കണി ഉണ്ട്, കൂടാതെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകും. ഇതാണ് വീട്ടിലേക്കുള്ള ബാൽക്കണി. ഒരു ബാൽക്കണി നല്ല സ്പേസുള്ള ബാൽക്കണി തന്നെയാണ്. ഇവിടെയും 4x2 സൈസുള്ള വെർട്ടിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലേക്ക് ട്യൂബ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു തൂണിലായിട്ട് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോകും. ഇവിടെ ആയിട്ടൊരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. അത് കൂടാതെ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. അവിടെയും വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന സ്പേസ് ഉണ്ട്. ഇവിടെയും സ്പേസ് ഉണ്ട്. അങ്ങനെ 5.5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും ഒരു ബാൽക്കണിയും ഓപ്പൺ ടെറസ്, റൂഫ് ടോപ്പ് ഏരിയ, കൂടാതെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 82 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.